ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്ന് ഈ ഒരു ജോണറിലുള്ള ഏറ്റവും മികച്ച ഒരു അറ്റംപ്റ്റ് എന്നതിനെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതായത് നമ്മളൊരു മലയാള സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു എന്താണ് പറയുക, ഹൈ ക്വാളിറ്റി, എന്താണ് പറയുക, ഒരു ഹൈ നോച്ച് എന്നൊക്കെ പറയുന്ന ഒരു അറ്റംപ്റ്റാണത്. അത്ര നല്ല പ്രൊഡക്ഷനാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും താരങ്ങളുടെ പ്രകടനമാണെങ്കിലും ഒരിക്കലും ഒരു മലയാള സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നത്തേ ഇല്ലാത്ത ഒരു സിനിമ എന്ന് പറയാം. അപ്പോൾ ഇത് മലയാളത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ അത് മറ്റ് ഭാഷകളിലും അത് ഹിറ്റാകാൻ പോകുന്നൊരു സിനിമ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ OTT സെയിലൊക്കെ ഇപ്പോൾ നടന്നു തോന്നുന്നു, നെറ്റ്ഫ്ലിക്സ് മറ്റേ എടുത്തിട്ടുണ്ട്. കാരണം അത് അത്രമാത്രം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പല ഭാഗങ്ങളും ഇനി വരാനിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബാക്കി കഥകൾ വരാനിരിക്കുകയാണ്, അതിൻ്റെ ഫ്രാഞ്ചൈസികൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമയ്ക്കെതിരെ സാധാരണ രീതിയിൽ ഒരു സിനിമ വരുമ്പോൾ വിവാദം ഉണ്ടാക്കുക, വിവാദത്തിൻ്റെ മേൽ കളക്ഷൻ കിട്ടുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും. ഒരു വിവാദം ഉണ്ടാകുക, വിവാദത്തിൻ്റെ മേൽ ആളുകൾ ഇടിച്ച് കയറി കാണുക. പക്ഷെ നമ്മൾ ആ വിവാദം ഉണ്ടായിട്ട് വിവാദത്തിന് പുറകെ പോയി എന്തിനു കണ്ടു എന്ന് നമുക്ക് പിന്നീട് തോന്നും. അത്ര ക്വാളിറ്റി ഒന്നും ആ പടത്തിന് ഉണ്ടാവണമെന്നില്ല, വിവാദം കൊണ്ട് പോയി നമ്മൾ കാണുന്ന സിനിമകളുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വിവാദത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സിനിമയ്ക്ക് അങ്ങനെ വലിയ പ്രൊമോഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ആളുകൾ പറഞ്ഞ് വലുതായ ഒരു സിനിമയാണ്. അതിനുണ്ട്, അങ്ങനെ പറയാനുള്ള ഉണ്ട് ആ സിനിമ. അങ്ങനെയാണ് ആളിത് കയറുന്നത്. അപ്പോൾ ഇതിനെതിരെ ഏതൊക്കെയോ ട്വിറ്റർ ഹാൻഡിലുകളാണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യാപക പ്രചാരണം എന്നില്ല, ഒരു ചില കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രചാരണമുണ്ട്. അങ്ങനെ പ്രചാരണം വരാനുള്ള രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോ സിനിമയാണിത്. നമുക്കറിയാം ഈ സൂപ്പർ ഹീറോ പരിവേഷം ഉണ്ടാകുന്നത് ഇന്ത്യൻ മിത്തുകളിൽ നിന്നാണ്. ഈ സൂപ്പർ ഹീറോ പരിവേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ലാർജർ ദാൻ ലൈഫ് ഉള്ള ഒരു സിനിമയൊക്കെ എഴുതുമ്പോൾ സ്വാഭാവികമായും ആ സിനിമയിൽ, പ്രത്യേകിച്ച് അതിൽ ഇന്ത്യൻ മിത്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അത് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിന് അവരുടെ നറേറ്റീവിന് അനുകൂലമായ ഒരു സിനിമയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകൾ അവർ വളരെ ബ്രില്യൻ്റായി അങ്ങനെ ഒരു അപകടം സംഭവിക്കാതെയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായി, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാനേ കഴിയാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മമായാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ രണ്ടാമത്തെ കാര്യം, ഇതൊരു മലയാളം സിനിമയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബോളിവുഡിനെ എങ്ങനെയാണ് ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അത് അവർ തകർക്കുന്നത് മാത്രമല്ല, ബോളിവുഡ് ഇറ്റ് സെൽഫ് അവർ പ്രൊപ്പഗൻഡ ഫിലിമുകളും മറ്റും ഉണ്ടാക്കി അവർ സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായി ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റം ചൂണ്ടിക്കാട്ടുന്ന മികച്ച സിനിമ സൗത്ത് സിനിമയാണെന്ന് പറയുക. ആ സൗത്ത് സിനിമയിൽ നമ്മൾ വിചാരിക്കരുത്, റൈറ്റ് വിങ് എക്കോസിസ്റ്റം പറയുന്ന സൗത്ത് സിനിമ എന്ന് പറയുന്നത് തെലുങ്ക് സിനിമയാണ്. റൈറ്റ് വിങ് എക്കോസിസ്റ്റം ഒരിക്കലും മലയാളം മൂവികളെയോ തമിഴ് മൂവികളെയോ പിന്തുണയ്ക്കാറില്ല. അവർ തെലുങ്ക് പടമാണ്. തെലുങ്ക് പടത്തിൽ എങ്ങനെയുള്ള പടം, ബാഹുബലി, RRR, അങ്ങനെയുള്ള സിനിമകളുണ്ടല്ലോ. ആ സിനിമകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, ഞാൻ മുമ്പ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നമുണ്ട്. അത്തരം ലാർജർ ദാൻ ലൈഫ് സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾ സൃഷ്ടിക്കുന്ന നറേറ്റീവ് ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിന് ഗുണകരമായൊരു നറേറ്റീവാണ് എപ്പോഴും ഉണ്ടാവുക. അതിൽ ഇപ്പോൾ ഇന്ത്യൻ മിത്തോളജി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ അതെപ്പോഴും ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിന് അനുകൂലമായി അതിനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയും. അങ്ങനൊരു സാധ്യത ഈ സിനിമ അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിമർശകരെ അലോസരപ്പെടുന്നത്. അങ്ങനൊരു ചെറിയ ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ ആ സിനിമ പിടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇത് മലയാളം സിനിമയാണ്. അവർക്കറിയാം മുമ്പ് നിലനിന്ന ബോളിവുഡ് എത്രമാത്രം സെക്യുലറായിരുന്നു. ബോളിവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെക്യുലറാണ് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ സെക്യുലറാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്തൊക്കെ പോരായ്മകളും എന്തൊക്കെ വിമർശനങ്ങളും ഉണ്ടെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രി സെക്യുലറാണ്. അപ്പോൾ അത്തരം ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു പാൻ ഇന്ത്യ, ഇത് പാൻ ഇന്ത്യൻ എന്ന് പോലും പറയാൻ കഴിയില്ല, ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ്. അങ്ങനെ ഒരു മൂവി വരുമ്പോൾ അത് അവർക്ക് സഹിക്കില്ല, റൈറ്റ് വിങ് എക്കോസിസ്റ്റം സഹിക്കില്ല. മുമ്പ് മലയാളത്തിൽ തന്നെ മലയാള സിനിമയ്ക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ നമുക്കറിയാം. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന പ്രചാരണങ്ങൾ നമുക്കറിയാം. സമാനമായൊരു ആരോപണമാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ സിനിമയെ അത് ബാധിക്കാനേ പോകുന്നില്ല. കാരണം അത്ര ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുടക്കുമുതലിൻ്റെ എത്രയോ ഇരട്ടി അത് നേടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്നലെ രാത്രി ടിക്കറ്റ് കിട്ടി. ഞാൻ 12 മണി ഷോ മറ്റാണ് കണ്ടത്. അതും ഏറ്റവും ഫ്രണ്ട് റോയിൽ നിന്നാണ് കാണാൻ പറ്റിയത്. ടിക്കറ്റ് കിട്ടാനില്ല, ഒരു തിയേറ്ററിൽ ടിക്കറ്റ് അത്ര തിരക്കാണ്. ഈ പ്രചാരണം ഇതിൽ വിലപ്പോവില്ല. കാരണം ഇങ്ങനൊരു പ്രചാരണം നടത്താൻ പോലുമുള്ള ലൂപ്പ് ഹോൾസ് ഇവർ ഇട്ടിട്ടില്ല. ഒന്ന്, ഇവർക്ക് പ്രചാരണം നടത്താനുള്ള ലൂപ്പ് ഹോൾസ് ഇട്ടിട്ടില്ല. മറ്റൊന്ന്, ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഒരു റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൻ്റെ നറേറ്റീവിന് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പഴുതുകൾ പോലും അവർ അതിൽ അവശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്.